സിസേറിയനിലൂടെ 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ജോയ്സി ജെയ്സൺ ഇനി ദീപ്തമായ ഓർമ്മ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ക്യാൻസർ രോഗം ബാധിച്ച് 17ഓളം സർജറികൾ നടത്തിയിട്ടും പ്രത്യാശയോടെ ദൈവത്തിലേക്ക് മാത്രം നോക്കി അനേകരെ വിശ്വാസത്തിലേക്ക് വഴി നടത്തിയ ജോയ്സിയെ ആർക്കാണ് മറക്കാൻ കഴിയുക? വലിയ കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ അംഗവും അയൽവാസിയും രോഗത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും സഹായവും തുണയുമായി ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ജോർജ് ലിയോണിൻ്റെയും ഭാര്യയുടെയും വാക്കുകൾ നമ്മുടെ കണ്ണും ഈറനണിയിക്കും. ജോയ്സിയെ കുറിച്ച് ഓർക്കുമ്പോൾ ജോയ്സി എന്നും ഒരു ഈശോയുടെ തീക്ഷ്ണമതിയായ ഒരു സാക്ഷിയായിരുന്നു. ഞാൻ ഏകദേശം ഒരു 30 വർഷമായിട്ട് ജോയ്സിയെ പരിചയമുണ്ട്. ജീസസ് യൂത്തിൽ നഴ്സസ് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള സമയം മുതൽ ജോയ്സി എനിക്ക് പരിചയമുണ്ട്. അതിൻ്റെ ജോലിയിലാണെങ്കിലും അമല ആശുപത്രിയിൽ ജോലി സമയത്തൊക്കെ നഴ്സസ് മിനിസ്ട്രിയിൽ വളരെ സജീവമായിരുന്നു. താൻ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഈശോയെ പങ്കുവെച്ചു കൊടുക്കാൻ വല്ലാത്തൊരു ആവേശമാണ് ജോയ്സിക്ക്. ഞാൻ പ്രത്യേകം ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ ഐസിയുലായിരുന്ന സമയത്തൊക്കെ അമ്മയെ ശുശ്രൂഷിക്കാനും അതുപോലെ തന്നെ ആ സമയത്തൊക്കെ ഈ നഴ്സസ് മിനിസ്ട്രിയിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടൽ നടത്താൻ ജോയ്സിക്ക് സാധിച്ചിരുന്നു. പിന്നീട് പ്രോലൈഫ് മിനിസ്ട്രിയിൽ പ്രോലൈഫ് ഒരു സമയത്ത് നഴ്സസ് മിനിസ്ട്രി വളരെ സജീവമായിട്ട് ഏറ്റെടുത്തൊരു വിഷയമായിരുന്നു പ്രോലൈഫ്. 99 മുതൽ ജീസസ് യൂത്തിൽ പ്രോലൈഫ് വിഷയം വളരെ സജീവമായിട്ട് കൈകാര്യം ചെയ്തപ്പോഴൊക്കെ ജോയ്സിയുടെ നേതൃത്വത്തിൽ നഴ്സസ് വളരെ സജീവമായിട്ട് ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് വിവാഹം കഴിഞ്ഞ് ഗൾഫിൽ ആയിരുന്ന സമയത്തൊക്കെ ഈ പ്രോലൈഫിന് വേണ്ടി നഴ്സസ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ജോയ്സി ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തിരുന്നത് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ ഈ അടുത്ത നാളുകളിൽ ഈ രോഗാവസ്ഥയിൽ വളരെയധികം രോഗത്താൽ ക്ലേശിക്കപ്പെട്ട സമയത്തൊക്കെ ഈശോയെ പങ്കുവയ്ക്കാനായിട്ട് ജോയ്സി വളരെയധികം ശ്രദ്ധിച്ചത് ഓർക്കുകയാണ്. ഈശോ ഞാൻ മരിച്ചു എന്നറിയുമ്പോൾ ജോർജ് ചേട്ടൻ സാധിക്കുന്ന അച്ഛന്മാരോടൊക്കെ കുർബാന എനിക്ക് വേണ്ടി പഠിപ്പിക്കാനായിട്ട് പറയണമെന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കാനും ഈശോയുടെ കാര്യം പറയാനും ജോയ്സിക്ക് വല്ലാത്തൊരു തീക്ഷ്ണതയായിരുന്നു. തീർച്ചയായിട്ടും ഈശോയുടെ അടുത്ത് തന്നെയായിരിക്കും ജോയ്സി ഈ സമയത്തുനിന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ജോയ്സിയുടെ സഹനത്തിൻ്റെ നടുവിലും ജോയ്സി എപ്പോഴും ഈശോയെ പങ്കുവയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിച്ചിരുന്നു എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഓർത്ത് ഈ സമയത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ ഒരു പ്രിയപ്പെട്ട ഒരു മകളായിരുന്നു. ഈശോയുടെ കൂടെ എന്നും ആയിരിക്കാനായിട്ട് ജോയ്സി ആഗ്രഹിച്ചിരുന്നു. ഈശോയുടെ അടുത്ത് തന്നെ ഇപ്പോൾ ജോയ്സി ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എൻ്റെ വിവാഹശേഷമാണ് ഞാൻ ജോയ്സിയെ പരിചയപ്പെടുന്നത്. ഒരുപാട് തീഷ്ണതയോട് ദൈവരാജ്യം പ്രഘോഷിക്കുന്ന ജോയ്സിയെക്കുറിച്ച് ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വിവാഹശേഷം ഞാൻ ജോയ്സി അടുത്ത് പരിചയപ്പെടുന്ന ഓരോ നിമിഷങ്ങളിലും ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തീഷ്ണതയോടെ ഓടുന്നൊരു ജോയ്സിയെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കൊറോണയുടെ സമയത്ത് ഒരു ദിവസം ജോയ്സി എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ക്യാൻസറാണ്. കേട്ടപ്പോൾ എനിക്കതൊരു ഭയങ്കര ഞെട്ടലായിരുന്നു. പക്ഷെ ജോയ്സി തൻ്റെ ശാന്തത ഒട്ടും തന്നെ കൈവെടിയാതെയാണ് ആ കാര്യം എന്നോട് ഷെയർ ചെയ്തത്. എന്നോട് പറഞ്ഞു, ജോർജ് ചേട്ടനോട് ഈ കാര്യം പറയണം. പിന്നീട് അങ്ങോട്ട് ഞങ്ങളൊരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും ഓരോ ദിവസവും ജോയ്സി എത്ര അസുഖങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന സമയത്തും ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാനായിട്ട് തീഷ്ണതയോടെ ഓടുന്ന ജോയ്സിയെ എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ജോയ്സിയുടെ സാന്നിധ്യവും വാക്കുകളും എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ തക്കതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, 5 മക്കളെ ഏറെ സ്നേഹത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് ജോയ്സി സ്വീകരിച്ചു. വേദനകളുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിൽ ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ
തീഷ്ണതയോടെ ജോയ്സി അതിനുവേണ്ടി പരിശ്രമിച്ചു. അതുമാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താനായിട്ട് ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറിയ കാര്യങ്ങളിൽ പോലും ആ കുഞ്ഞുങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ തക്കവിധം അവരെ വളർത്താനായിട്ട് ഒരു അമ്മ എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്തം ജോയ്സി പൂർണ്ണമായി നിറവേറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ആ ഒരു അവസാനത്തെ നിമിഷങ്ങളിൽ ഒരുമിച്ച് ജോയ്സിയോടൊപ്പം പ്രാർത്ഥിക്കുന്നവരോട് കൂടെ ചേരാനായിട്ട് ആ ഒരു സമയത്ത് ദൈവം അനുഗ്രഹിച്ചു. പ്രത്യേക ആ സമയത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈശോടൊപ്പമായിരിക്കുന്ന ജോയ്സിയോട് നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ പറയാൻ ഓർമ്മ വന്നത്, ജോയ്സി കുഞ്ഞുങ്ങളെ ഉദരത്തിൽ സ്വീകരിക്കുന്ന സമയത്തൊക്കെ വെച്ച് പറഞ്ഞൊരു കാര്യം ഓർക്കാണ്. പ്രഗ്നൻ്റായെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രസവ സമയം ആകുമ്പോഴേക്കും വെളിപാട് വരെ വായിച്ചെത്തിയിട്ടുണ്ടാവും. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വചനം പറയാനും ഈശോയുടെ സുവിശേഷം പങ്കുവയ്ക്കാനും എല്ലാ മക്കളും ഒരുപോലെ തീഷ്ണത കാണിക്കുന്നത് ഈ അമ്മ പകർന്നു കൊടുത്ത ഈ സുവിശേഷ ചൈതന്യമാണെന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എനിക്കൊന്ന് ഒരുപാട് അമ്മമാർക്ക് അല്ലെങ്കിൽ ഒരുപാട് നഴ്സുമാർക്ക് വലിയ ഒരു പ്രചോദനമാണ് ജോയ്സിയുടെ ജീവിതം.